എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ മുന്നിൽ നിന്ന് കരയാത്ത വ്യക്തിയായിരിക്കും. ഉപ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരത്ത് കുറവായിരിക്കും. ഉപ്പ എപ്പോഴും ഹൃദയം കൊണ്ട് കരയുന്നതാണ്. എന്റെ മോനിക്ക് ആ ഇഷ്ടപ്പെട്ട ടോയ്സ് വേണം, ചോക്ലേറ്റ് വേണം, ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാർ പലപ്പോഴും ജീവിതത്തിൽ സുഖം അനുഭവിക്കാത്തവരായിരിക്കും. ഇന്ന് നമ്മൾ കൊള്ളുന്ന എല്ലാ തണലും അവർ ഇന്നലകൾ കൊണ്ട വെയിലായിരിക്കും. ആ ഉപ്പക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അവർക്ക് കൊടുത്ത ഒരു കാര്യം ആരോടും പറയരുത്. അങ്ങനെ പറയാൻ പറ്റും. ഭാര്യനോടൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാന് നിനക്ക് ഇന്ന് ക്യാഷ് തരണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉപ്പാക്ക് അർജന്റായിട്ട് കുറച്ച് ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അയ്യേ, എന്താടാ ഈ പറയണത്? ഉപ്പക്ക് കൊടുത്തത് ഭാര്യനോട് പറയാനാ? എന്തൊരു നാണക്കെടാടോ. ലൈഫ് ഫോർ എൻജോയ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് ജീവിതം. എന്താ പറയാന്നറിയോ? ഞാൻ കണ്ട ചെറുക്കന്റെ കൂടെ ഞാൻ പോയിക്കോളൂ, ഉപ്പ അതിൽ ഇടപെടണ്ട. ഈ ഉപ്പയും ഉമ്മയും ഇടപെടണ്ട എന്ന് പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. എപ്പോ? കുറച്ചു മുന്നേ. അതെപ്പോ ഉസ്താദെ? ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് ഒന്നുമില്ല. സമയമില്ല. പിന്നെ എങ്ങനെ ഉസ്താദ് ഉദ്ദേശിച്ച പറയും? ഉമ്മ കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ ഈ കുട്ടി പറയണായിരുന്നു, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനി ഉമ്മ നോക്കണ്ട. ഇത് പാലൂട്ടി ഗർഭം ചുമന്നു, ഉമ്മന്റെ മടിയിൽ കാഷ്ടിച്ച് മൂത്രമൊഴിച്ചു. നമ്മുടെ കാഷ്ടു മൂത്രം ഉമ്മ വൃത്തിയാക്കി. ഉമ്മയുടെ എല്ലാ ഡ്രസ്സിലും നമ്മൾ മൂത്രമൊഴിച്ചു കൊടുത്തു. ഉമ്മയുടെ മുലപ്പാലിന് കടി കൊടുത്തു. ഉമ്മക്ക് എന്തൊക്കെയോ ഉറക്കുകൾ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഇൻസ്റ്റയും റീൽസും വാട്സപ്പും ഫേസ്ബുക്കും പഠിച്ചപ്പോൾ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈമാൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തല. ഉപ്പയെ ഉമ്മയെ ഏതെങ്കിലും നിലയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മരണസമയത്ത് ഈമാൻ ഉണ്ടാവില്ല. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിയ മക്കൾക്ക് ഈമാൻ നഷ്ടപ്പെടുമെന്ന് പേടി വേണ്ട. ചില കുട്ടികൾക്ക് ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും, എന്നാലും അവർ ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം 100% വാങ്ങുന്ന മക്കളായിരിക്കും. അവര് വിജയിക്കും. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയാൽ അള്ളാഹുവിന്റെ പൊരുത്തം അയാൾക്ക് ലഭിക്കും. പൊതുവെ ഉമ്മയെ കുറിച്ച് പ്രസംഗിക്കാനും പറയാനും പാടാനൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും. അതിന്റെ അർത്ഥം ഉപ്പയെ ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട എന്നല്ല ട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഖുർആനിലും ഹദീസിലും കൂടുതലായി പറഞ്ഞത് ഉമ്മനെ കുറിച്ചായിരിക്കും. അതിന്റെ കാരണം ഉപ്പയെ ബഹുമാനിക്കണ്ട, ഉപ്പയെ പരിഗണിക്കണ്ട എന്നല്ല. പൊതുവെ ആൺകുട്ടികൾ ഉപ്പയെ പരിഗണിക്കൽ കുറവായിരിക്കും. പെൺകുട്ടികൾ പിന്നെ ഫ്രോയിഡിന്റെ തിയറി പ്രകാരം ഉപ്പാനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതെന്തേ? ഖുർആനിൽ കൂടുതൽ ഉപ്പയെ ഉമ്മയെ പറയുന്നിടത്ത് ഉമ്മനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ ഒരു കാരണം, ഉമ്മയെ കുറിച്ച് ഹദീസിൽ ഉമ്മുക്ക 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 എന്ന് 3 തവണ പറയുന്നുണ്ട്. അത് 3 പറയണത് ഗർഭം ചുമക്കൽ, മുലയൂട്ടൽ, പ്രസവിക്കൽ. ഇതിലാരും പങ്കില്ല, ഉമ്മ മാത്രം എടുത്ത റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് 3 തവണ പറഞ്ഞത്. ഈ 3 റിസ്കും നമ്മൾക്ക് ഓർമ്മയില്ലാത്ത, നമുക്ക് പക്വതയില്ലാത്ത കാലത്ത് സംഭവിച്ചതാണ്. നമ്മെ ഉമ്മ ഗർഭം ചുമന്നത് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? ഇല്ല. ഉമ്മ നമുക്ക് പാലൂട്ടിയത് നമ്മളുടെ ഓർമ്മയിൽ ഉള്ള കാലത്താണോ? അല്ല. ഉമ്മ നമ്മെ പ്രസവിച്ചതിന് ശേഷം പ്രസവിച്ചതും മുലയൂട്ടിയതും ഗർഭം ചുമന്നതും ഇതൊന്നും നമുക്ക് ഓർമ്മയുള്ള കാലത്തല്ല. അതുകൊണ്ടാണ്
നമുക്ക് ഓർമ്മയില്ലാത്ത കാലത്തും നമുക്ക് പക്വത എത്താത്ത കാലത്തും സംഭവിച്ചത് കൊണ്ടാണ് ഉമ്മാനെ ബഹുമാനിക്കണേ, ഉമ്മ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് അറിയാത്തോണ്ടാണ് എന്നിങ്ങനെ ഖുർആനും ഹദീസും പറയണം. ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എല്ലാരും കാണുന്നല്ലേ. മൂപ്പര് രാവിലെ പോകുന്നു, പാതിരാക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഡ്രസ്സൊക്കെ ചേറായിട്ട് കാണുന്നു. ഒമാനില്, ഖത്തറില്, ബഹ്റൈനില്, കുവൈറ്റില്, സൗദിയില് ഇന്ന് പോയാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. പാവം കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടിട്ട് തെരുവുകളിൽ നിന്ന് പേന, പെൻസില്, പുസ്തകം വിൽക്കുന്നു. ആ കച്ചവടം ക്ലിക്കാവാത്തോണ്ട് കണ്ടെയ്നർ ബോക്സിൽ 25, 35, 40 രൂപ, 50 രൂപ എന്നെല്ലാം മറ്റു ബിരിയാണി വിൽക്കുന്നു. 2 അറ്റം മുട്ടിക്കാനും മക്കളെ വളർത്താനും എത്ര കഷ്ടപ്പെടും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കണ്ട കാര്യം പിന്നെ പറയണ്ടില്ലല്ലോ, നീ കാണുന്നുണ്ടല്ലോ, എന്തായാലും ഉപ്പാനെ ബഹുമാനിക്കുമല്ലോ അല്ലെ, കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീർ ഷഅറാവിയിൽ കാണാം. അല്ലാതെ ഉപ്പാനെ ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട എന്നതുകൊണ്ടല്ല. ഗൾഫിൽ നിന്ന് വിളിക്കുന്ന മോനെ നാട്ടിലേക്ക് വിളിച്ചാൽ ഉപ്പയാണ് ഫോൺ എടുത്തതെങ്കിൽ അസ്സലാമു അലൈക്കും, ആ ഉപ്പയാ, ഉമ്മാക്ക് ഫോൺ കൊടുക്കുമെന്നാ ചോദിക്കല്. എന്ത് ഇയാൾ ഉപ്പാനോട് എന്താ സംസാരിച്ചാൽ ഒരു 5 മിനിറ്റ് സംസാരിക്കൂല. ഉമ്മയാണെങ്കിൽ വിളിച്ചാൽ ഇന്നെന്തെല്ലാം കറി വെച്ച് നടക്കം പറയുകയും ചെയ്യും. ഉപ്പാനോട് ഒരു 2-3 മിനിറ്റ് സംസാരിച്ചൂടെ? നമ്മള് സംസാരിക്കണം. മഹാന്മാര് ഉപ്പയെ ബഹുമാനിച്ച രീതി കണ്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കേൾക്കണോ? ഫള് ഇബ്നു യഹ്യൽ ബർമാക്കി എന്ന് പറയുന്ന പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ മകൻ. ഈ മകനെയും ഉപ്പയെയും അന്യായമായി ജയിലിലടച്ചു. രണ്ടാളിപ്പോ ജയിലില് ഒരു റൂമില. ഉപ്പയായ യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹുവിന് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഭയങ്കര പ്രയാസ. ഒളെടുക്കുമ്പോൾ പ്രത്യേകിച്ചു പാതിരാത്രിയാണെങ്കിൽ പിന്നെ പറയണ്ട. എന്താ ചെയ്യാ? എന്റെ ഉപ്പക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാണെന്ന് ഫളിൽ എന്ന ഈ കുട്ടിക്ക് മകന് അറിയാം. എന്ത് ചെയ്തു? ആ ജയിൽ വാർഡൻ, ആ വാർഡനോട് വിഷയം പറഞ്ഞപ്പോ മൂപ്പര് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ വിറക് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കലൊന്നും ജയിലിൽ നടക്കൂല, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മൂപ്പര് കുറച്ച് സ്ട്രോങ്ങില് പറഞ്ഞു. ഈ വെള്ളം എന്ത് ചൂടാക്കാൻ എന്താ വകുപ്പ്? ആ ഫളിൽ എന്ന കുട്ടി എന്താ ചെയ്തെന്നറിയാം? ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം ശേഖരിച്ചു. എന്നിട്ട് മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉപ്പ തഹജ്ജുദിന് എണീക്കുന്നവരെ മണിക്കൂറുകളോളം ഈ വെള്ളത്തിന്റെ പാത്രം അടന്നെ പിടിച്ചു നിന്നു. കൈ കടച്ചലൊന്നും മൂപ്പര് വകവെക്കുന്നില്ല, അടുത്ത് തന്നെ പിടിച്ചു നിന്നു. ആ വിളക്കിന്റെ ചൂട് ഇതിന് തട്ടിയിട്ടെങ്കിലും കുറച്ച് വെള്ളം ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ തഹജ്ജുദിന് എണീക്കുന്ന സമയത്തേക്ക് ഉപ്പക്ക് വെള്ളം കൊടുത്തു. വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചൂട് കിട്ടിയിട്ടുണ്ട്. ഒന്നെടുത്തു, തഹജ്ജുദ് നിസ്കരിച്ചു, അങ്ങനെ മുന്നോട്ട് പോയി. ഇത് ജയിൽ വാർഡൻ കണ്ടു. ഞാൻ വിറക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, കത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ, ഈ വിളക്കിലേക്ക് നിങ്ങളുടെ വെള്ളം ചൂടാക്കൽ പരിപാടി ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. പിറ്റേന്ന് തഹജ്ജുദിന് ഉപ്പ എണീക്കുമ്പോഴേക്ക് എന്ത് ചെയ്യണം? ഒരു മാർഗവും ഇല്ല. ആലോചിച്ച് നോക്കി. ഞാനല്ലേ മിന്നാന്ന് 5000 രൂപ ഉപ്പാക്ക് തന്നത്, ഇന്നും ചിനാന്റെ പൈസ പറിക്കുന്നുണ്ടാ എന്ന് ചോദിക്കുന്ന പുതിയ കാലത്തെ മക്കൾ ഈ ചരിത്രം ഒന്ന് കേൾക്കണം, നല്ലതാണ്. ഉപ്പ എന്റെ വിഷയത്തിൽ ഇടപെടണ്ട കേട്ടോ എന്ന് പറയുന്ന കുട്ടികൾ, പെൺകുട്ടികൾ ഈ ചരിത്രമൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അടുത്ത ദിവസം ഈ ഫളിൽ എന്ന കുട്ടി ചെയ്ത പരിപാടി എന്താണ്? ഒരു രക്ഷയില്ല, വെള്ളം ചൂടാക്കാൻ ഒരു വകുപ്പില്ല. ചെമ്പ് പാത്രത്തിൽ വെള്ളം നിറച്ചു. ഉപ്പ ഉറങ്ങി എന്ന് കണ്ടപ്പോൾ ഉപ്പ അറിയാനും പറ്റൂലല്ലോ. ഈ മോനെ, സ്നേഹം ഉള്ള മോനെ പുതപ്പെടുത്തു. എന്നിട്ട് ആ വെള്ളം അതിന്റെ ഉള്ളിൽ വെച്ച് അതിന്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിട്ട് വെള്ളത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ തന്റെ ശരീരത്തിന്റെ കുറച്ച് ചൂട് വെള്ളത്തിന് തട്ടിയിട്ട് വെള്ളം ചൂടാവൂല, വെള്ളത്തിന്റെ തണുപ്പൊന്ന് പോകട്ടെ എന്ന് കരുതി. രാവിലെ വരെ ഉറങ്ങണില്ല.
കാരണം എന്റെ ശരീരം അവിടുന്ന് മാറിയാലോ, വെള്ളം തട്ടി മറിഞ്ഞാലോ. കുറെ നേരം ഈ സൈഡിൽ കൊണ്ടുവച്ചു, കുറെ നേരം വയറിനോട് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചു. വെള്ളത്തിന്റെ തണുപ്പ് പോകുന്നത് വരെ അങ്ങനെ വെള്ളത്തിനോട് ചേർത്ത് നിർത്തി ശരീരത്തെ അമർത്തിപ്പിടിച്ച് ഉപ്പക്ക് വെള്ളം കൊടുത്ത് ആ തണുപ്പില്ലാതാക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്. തന്റെ ഉപ്പക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ തയ്യാറാണ് ഇന്നലകളിൽ ജീവിച്ച മഹാന്മാർ. ഇന്നത്തെ ചെറുപ്പക്കാർ ഉപ്പനോട് മിണ്ടൂല, ഒന്നും ഉണ്ടാവില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കോ? ഇല്ല. ഉപ്പ പെരുന്നാളിന് ഡ്രസ് എടുത്തോ എന്ന് ചോദിക്കോ? ഇല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം പ്രായത്തിൽ കഴിഞ്ഞാൽ ലൈഫ് ഫോർ എൻജോയ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് ജീവിതം. എന്താ പറയാന്നറിയോ? ഞാൻ കണ്ട ചെറുക്കന്റെ കൂടെ ഞാൻ പോയിക്കോളൂ, ഉപ്പ അതിൽ ഇടപെടണ്ട. ഈ ഉപ്പയും ഉമ്മയും ഇടപെടണ്ട എന്ന് പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. എപ്പോ? കുറച്ചു മുന്നേ. അതെപ്പോ ഉസ്താദെ? ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് ഒന്നുമില്ല. സമയമില്ല. പിന്നെ എങ്ങനെ ഉസ്താദ് ഉദ്ദേശിച്ച പറയും? ഉമ്മ കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ ഈ കുട്ടി പറയണായിരുന്നു, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനി ഉമ്മ നോക്കണ്ട. ഇത് പാലൂട്ടി ഗർഭം ചുമന്നു, ഉമ്മന്റെ മടിയിൽ കാഷ്ടിച്ച് മൂത്രമൊഴിച്ചു. നമ്മുടെ കാഷ്ടു മൂത്രം ഉമ്മ വൃത്തിയാക്കി. ഉമ്മയുടെ എല്ലാ ഡ്രസ്സിലും നമ്മൾ മൂത്രമൊഴിച്ചു കൊടുത്തു. ഉമ്മയുടെ മുലപ്പാലിന് കടി കൊടുത്തു. ഉമ്മക്ക് എന്തൊക്കെയോ ഉറക്കുകൾ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഇൻസ്റ്റയും റീൽസും വാട്സപ്പും ഫേസ്ബുക്കും പഠിച്ചപ്പോൾ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതെന്താടാ കുറച്ച് മുന്നേ പറഞ്ഞുകൂടായിരുന്നു? എന്താ പ്രസവിച്ച ഉടനെ പറയാതിരുന്നേ? സംസാരിക്കാൻ കഴിവില്ലാത്തോണ്ടാണോ? എന്നൊരു 2ാം വയസ്സിലെങ്കിലും പറയാമായിരുന്നല്ലോ മോളെ. മാതാപിതാക്കളെ ഏതെങ്കിലും നിലയിൽ പ്രയാസപ്പെടുത്തിയാൽ നമ്മുടെ ഈമാൻ അങ്ങ് ഒലിച്ചു. ഒരു നിലയിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. തീർന്നില്ല. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണല്ലോ. ഉപ്പയും മകനും സ്വഹാബിയായാൽ അവരെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്നാണ് പറയേണ്ടത്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ആ സ്വഹാബി വാഹനപ്പുറത്ത് കയറി അടിപൊളി തലപ്പാവൊക്കെ ധരിച്ച് പോവുകയാണ്, യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാളെ, അത്യാവശ്യം പ്രായമുള്ള ഒരാളെ കണ്ടു. സലാം പറഞ്ഞ അയാളെ പരിചയപ്പെട്ടു. നിങ്ങളാ എവിടെയോ? അന്ത ഫുലാനുവിനും ഫുലാൻ, നിങ്ങൾ ഇന്നാളല്ലേ? അതെ. എന്താ മോനെ? ഉടനെ തന്നെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി തന്റെ വാഹനമാകുന്ന കഴുത അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. തന്റെ തലീക്കെട്ട് ഊരിയിട്ട് അവർക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ അവരെ യാത്ര അയച്ചു. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദിന് നടത്തം നല്ല റാഹത്തുണ്ട്, ഈ നടത്തത്തിൽ ക്ഷീണം വന്നാൽ കയറാനുള്ള വാഹനമാണത്, അത് കൊടുത്തല്ലോ. പിന്നെ അത്യാവശ്യം നല്ല സദസ്സുകളൊക്കെ ധരിക്കുന്ന തലപ്പാവാണിത്, അതും മൂപ്പരിക്ക് കൊടുത്തു. ഇനി വാഹനമില്ല, തലീക്കെട്ടുമില്ല. അയാൾക്ക് 1-2 ദിർഹം കൊടുത്തിട്ട് മൂപ്പരെ സന്തോഷിപ്പിക്കാമായിരുന്നില്ലേ? മൂപ്പരിക്ക് അത് കിട്ടിയാലും ഹാപ്പി ആവുമല്ലോ. ഇമാതിരി വലിയ സന്തോഷമൊക്കെ കൊടുക്കാനുള്ള കാരണം എന്തോ ഉണ്ടാവും. അതിന് കാരണം എന്താ പറഞ്ഞെന്നറിയാം? മൂപ്പര് എന്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. എന്താ പറഞ്ഞേ? മൂപ്പര് എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. ഉപ്പയുടെ ഇഷ്ടക്കാരെ ബഹുമാനിക്കലും ഇഷ്ടപ്പെടലും ഉപ്പയോടുള്ള ആദരവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കല്യാണത്തിന്റെ കാര്യത്തിൽ മൂത്ത അപ്പിയും ഇളയപ്പിയും ദയവ് ചെയ്തിട്ട് ഇടപെടണ്ട കേട്ടാ, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്ന മക്കളും ഈ ചരിത്രം ഒന്ന് കേട്ടുപോകുന്നത് നല്ലത്. മൂത്താപ്പ് ഇടപെടണ്ടല്ലേ? ഇളയപ്പ ഇടപെടണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്. ധിക്കാരത്തിന്റെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും കുട്ടികളിൽ നിന്ന് വരുന്നത്. എടാ, ഈ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഈ മുതിർന്നവരെയൊക്കെ നിന്ദിച്ചാല് എങ്ങനെയാ നമ്മളെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? അതൊന്നും നമ്മളിൽ നിന്ന് സംഭവിക്കരുത്. ഉപ്പ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ മുന്നിൽ നിന്ന് കരയാത്ത വ്യക്തിയായിരിക്കും. ഉപ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരത്ത് കുറവായിരിക്കും. ഉപ്പ എപ്പോഴും ഹൃദയം കൊണ്ട് കരയുന്ന ആൾ.
എൻ്റെ മോനിക്ക് ആ ഇഷ്ടപ്പെട്ട ടോയ്സ് വേണം, ചോക്ലേറ്റ് വേണം, ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാർ പലപ്പോഴും ജീവിതത്തിൽ സുഖം അനുഭവിക്കാത്തവരായിരിക്കും. ഇന്ന് നമ്മൾ കൊള്ളുന്ന എല്ലാ തണലും അവർ ഇന്നലകൾ കൊണ്ട വെയിലായിരിക്കും. ആ ഉപ്പക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അവർക്ക് കൊടുത്ത ഒരു കാര്യം ആരോടും പറയരുത്. അങ്ങനെ പറയാൻ പറ്റും? ഭാര്യനോടൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാന് നിനക്ക് ഇന്ന് ക്യാഷ് തരണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉപ്പാക്ക് അർജന്റായിട്ട് കുറച്ച് ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അയ്യേ, എന്താടാ ഈ പറയണത്? ഉപ്പക്ക് കൊടുത്തത് ഭാര്യനോട് പറയാനാ? എന്തൊരു നാണക്കെടാടോ. ഉപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുത്ത ഒരനുഗ്രഹം പോലും ജീവിതത്തിൽ മിണ്ടാൻ പാടില്ല എന്നാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സാധാരണ സ്വതക്ക ചെയ്താല്, സ്വതക്ക എടുത്തു പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അത് ഹറാമുമാണ്, സ്വതക്ക ബാത്തിലാവും ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ ആയിരുന്നു ഈ പള്ളിയിലെ കാർപ്പറ്റ് കുവൈത്തിലെ ഒരു അറബീന്റെ അടുത്തൊന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ചത്. ഞാൻ അറിയിക്കുന്നല്ല, പിന്നെ എന്തുകൊണ്ടത്തിന് അയാൾ പറഞ്ഞത്? പിന്നെ ആ സ്വതക്ക ബാത്തിലാവുകയും ചെയ്യും, ആ പറഞ്ഞത് ഹറാമുമാണ്. എന്നാ ഉപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുത്ത സ്വതക്ക പറഞ്ഞാൽ ഇതിലപ്പുറത്താ, അദബുകേട് കൂടിയാണത്. ഒരിക്കലും മാതാപിതാക്കളെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താൻ പാടില്ല. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നതാണ്, ഉമ്മ ഉപ്പ നിന്റെ മുന്നിലുണ്ടാവുമ്പോ നിന്റെ വസ്ത്രം ഒന്ന് കുടയാൻ തന്നെ പറ്റൂല. കാരണം നിന്റെ വസ്ത്രത്തിലെ പൊടിപടലങ്ങൾ പാറിപ്പോയി ഉമ്മന്റെ മാക്സിക്കോ ഉപ്പന്റെ തുണിക്കോ പറ്റിപ്പിടിച്ച അതുപോലും അദബുകേടായി പോകും. ഇത്രയും സൂക്ഷ്മതയോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങൾ എങ്ങനെയാ സ്വന്തം മാതാപിതാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയണത്? ഏത് കാളിയല്ല ഖുലാത്തായാലും, ഏത് ആലിമല്ല അല്ലാമയായാലും, ഏത് മുദരിസല്ല ഫഹാമയായാലും ഉപ്പന്റെ ഉമ്മന്റെ പൊരുത്തം കിട്ടാതെ ഒരു മനുഷ്യനും സ്വർഗം കിട്ടാൻ പോണില്ല. സ്വർഗല്ല അടുക്കട്ടെ, ഈമാൻ തന്നെ അയാൾക്ക് പൂർത്തിയായി വരൂല. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അത് നന്നായി ശ്രദ്ധിക്കണം.